ജനാധിപത്യത്തിന് മേലുള്ള സംഘപരിവാറിന്റെ കടന്നുകയറ്റത്തിന് അവസാനമില്ല. ഭരണഘടനാ സ്ഥാപനങ്ങൾ കാവ്യവൽക്കരിക്കുന്ന സംഘരീതി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം പ്രതിഷേധങ്ങളും. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ജൂൺ 19 രാജ്ഭവനിൽ സംഭവിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പരിപാടിയായിരുന്നു ജൂൺ 19 രാജ്ഭവനിൽ നടന്നത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടായിരുന്നു സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിലെത്തിയത്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ചടങ്ങിലെത്തിയതിനു മുമ്പ് തന്നെ രാജ്ഭവനിൽ RSS ശാഖയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള കലാപരിപാടികൾ തുടങ്ങിയിരുന്നു. മന്ത്രി എത്തുമ്പോൾ കാണുന്ന കാഴ്ച സംഘപരിവാറുകാരനായ ഗവർണർ രാജേന്ദ്ര അർലേക്കറിന്റെ നേതൃത്വത്തിൽ കാവിക്കൊടിയേന്തിയ ഭാരതമാതാവിന്റെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തുകയായിരുന്നു ഇക്കൂട്ടർ. രാജ്ഭവനിൽ ഭാരതമാതാവിന്റെ ചിത്രം വെച്ച് നടത്തിയ ഈ പ്രവൃത്തിയെ മന്ത്രി ശിവൻകുട്ടി ചോദ്യം ചെയ്തു. കൂടാതെ സർക്കാർ പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതമാതാവിന്റെ ചിത്രം അനൗചിത്യമാണെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രി ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്തു. നേരത്തെ തന്നെ രാജ്ഭവനിൽ കാവിക്കൊടിയേന്തിയ ഭാരതമാതാവിന്റെ ചിത്രം വെച്ചതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഭാരതമാതാവിന്റെ ചിത്രം മാറ്റാൻ ഗവർണർ തയ്യാറായില്ല. ഗവർണറുടെ നടപടി അഹങ്കാരവും ധിക്കാരവുമാണെന്നാണ് മന്ത്രി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടിയത്. സർക്കാർ പരിപാടിയായിരുന്നിട്ടും മന്ത്രി ശിവൻകുട്ടി എത്തുന്നതിന് മുൻപേ തുടങ്ങിയതിലും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. രാജ്ഭവൻ രാഷ്ട്രീയ പാർട്ടികളുടെ കുടുംബ സ്വത്തല്ല. രാജ്ഭവനെ രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രമാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. രാജ്ഭവനെ RSSന്റെ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി ഒരു കാരണവശാലും അനുവദിക്കാൻ വേണ്ടി പറ്റില്ല. ഒപ്പം താൻ ചെല്ലുമ്പോൾ കാവിക്കൊടിയേന്തിയ ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതാണ് കണ്ടതെന്നും എന്നാൽ കാര്യപരിപാടിയിൽ പുഷ്പാർച്ചന ഇല്ലായിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുൻപ് പരിസ്ഥിതി ദിനാഘോഷ പരിപാടിക്കിടെ ഇതേ വിഷയമുയർത്തി കൃഷിമന്ത്രി പി പ്രസാദ് പരിപാടി ബഹിഷ്കരിച്ചതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. അന്ന് രാജ്ഭവനിലെ വേദിയിൽ RSS പരിപാടികളിൽ ഉപയോഗിക്കുന്ന കാവിക്കൊടിയേന്തിയ ഭാരതമാതാവിന്റെ ചിത്രമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മന്ത്രി പി പ്രസാദ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത്. അത് അവിടെ ഉപയോഗിക്കാൻ വെച്ച ചിത്രം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവിന്റെ ചിത്രമല്ല. അവിടെ ഞങ്ങൾ ബന്ധപ്പെടുന്ന അവസരത്തിൽ ഗവർണറുടെ ഓഫീസ് തന്നെ അയച്ചു തന്ന ചിത്രം എന്ന് പറയുന്നത് RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. അത് അംഗീകരിക്കാൻ സർക്കാരിന് പ്രയാസമാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. സർക്കാരിന്റെ പരിസ്ഥിതി ദിനാഘോഷം രാജ്ഭവനിൽ വെച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കറും കൃഷിമന്ത്രി പി പ്രസാദും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. കാവിക്കൊടിയേന്തിയ ഭാരതമാതാവിന്റെ ചിത്രത്തിൽ മന്ത്രി പ്രതിഷേധം അറിയിച്ചപ്പോൾ രാജ്ഭവന്റെ സെൻട്രൽ ഹാളിലെ ഈ ചിത്രം നേരത്തെ വെച്ചതാണെന്നും ഈ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ മുമ്പും പല പരിപാടികൾ നടന്നിട്ടുണ്ടെന്നും മാറ്റാൻ സാധിക്കില്ലെന്നുമായിരുന്നു ഗവർണറുടെ മറുപടി. തുടർന്നാണ് കൃഷിമന്ത്രി പരിപാടി ബഹിഷ്കരിച്ചത്. സംഭവം വിവാദമായതോടെ കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിനാഘോഷം ദർബാർ ഹാളിലേക്ക് മാറ്റുകയും ചെയ്തു. നേരത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ രാജ്ഭവനിലെ സ്വകാര്യ മുറിയിൽ സ്ഥാപിച്ച RSS സ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെയും രണ്ടാം സർസംഘചാലകായ ഗോൾവാക്കറിന്റെയും കാവിക്കൊടിയേന്തിയ ഭാരതമാതാവിന്റെയും ചിത്രം പ്രത്യക്ഷപ്പെട്ടതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരെ ഗവർണർ സ്വീകരിക്കുന്ന ചിത്രത്തിലായിരുന്നു RSS നേതാക്കളുടെ ചിത്രവും കാണാനിടയായത്. സംഘപരിവാറുമായി ഇടതുപക്ഷം ചേർന്ന് നിൽക്കുന്നു എന്ന അപവാദം പ്രചരിപ്പിക്കുന്നതിനിടയിലാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ മന്ത്രി വി ശിവൻകുട്ടിയുടെ രാജ്ഭവൻ ബഹിഷ്കരണവും പ്രതിഷേധവും.